നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മോഷണം, കൊലപാതകം ഒക്കെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. പക്ഷേ മൃതദേഹത്തിനെ പോലും വെറുതെ വിടാത്ത ചില കള്ളന്മാർ ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇവിടെ ഈ ഒരു ഭൂമിയിലുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. കോയമ്പത്തൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്മശാനത്തിൽ മറവ് ചെയ്തിരുന്ന മൃതദേഹം പുറത്തെടുത്ത് അതിലുണ്ടായിരുന്ന 3.5 പവൻ മാല കവർന്നിരിക്കുകയാണ്. മൃതദേഹത്തെ പോലും വെറുതെ വിടുന്നില്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. 3.5 പവൻ മാല കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശൗരിപ്പാളയം, ഉടയംപാളയം സ്വദേശികളായ ശക്തിവേൽ, മണികണ്ഠൻ, കാർത്തികേയൻ എന്നിവരാണ് അറസ്റ്റിലായത്. പീളമേട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രദേശവാസിയായ കെ വെങ്കടേഷിന്റെ പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തത്. ജൂൺ 6-ന് വെങ്കടേഷിന്റെ അച്ഛൻ നാഗരാജ് മരിച്ചു. തുടർന്ന് ശൗരിപ്പാളത്തെ ശ്മശാനത്തിൽ മൃതദേഹം മറവ് ചെയ്തു. നാഗരാജ് അണിഞ്ഞിരുന്ന സ്വർണ്ണമാല മൃതദേഹത്തിൽ നിന്നും അഴിച്ചു മാറ്റിയിരുന്നില്ല. ജൂൺ 19-ന് ബന്ധുക്കൾ ചടങ്ങിന്റെ ഭാഗമായി ശ്മശാനത്തിൽ പോയി. അപ്പോഴാണ് മൃതദേഹം മറവ് ചെയ്ത ഭാഗത്ത് മണ്ണ് മാറ്റിയിരിക്കുന്നത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ സംശയം തോന്നുന്ന ബന്ധുക്കൾ ശ്മശാന പരിസരത്ത് രാത്രിയിൽ തങ്ങാറുള്ള കാർത്തികേയൻ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തു. ആ വ്യക്തിയെ മർദ്ദിച്ചു ബന്ധുക്കൾ. അപ്പോഴാണ് മോഷണ വിവരം പുറത്തു വന്നത്. സുഹൃത്തുക്കളായ ശക്തിവേൽ, മണികണ്ഠൻ എന്നിവർക്കൊപ്പം മൃതദേഹം പുറത്തെടുത്ത് മാല പൊട്ടിച്ചെടുത്തതായും പൂ മാർക്കറ്റ് ഭാഗത്തെ കടയിൽ മാല വിറ്റുവെന്നും ഈ വ്യക്തി പറഞ്ഞുവെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഉടൻ ഇവർ പിളമേട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. മർദ്ദിച്ചെന്ന മണികണ്ഠന്റെ പരാതിയിൽ നാഗരാജന്റെ ബന്ധുക്കളായ 3 ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുമുണ്ട്. എന്തായാലും ഒരു മോഷണം കണ്ടെത്തി അതിന്റെ പേരിൽ മർദ്ദിക്കാനുള്ള അധികാരമൊന്നും ഇവിടെ ആർക്കുമില്ല. എന്തായാലും അവർക്കെതിരെ, മർദ്ദിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും മൃതദേഹത്തെ പോലും വെറുതെ വിടാതെ, അതായത് മൃതദേഹത്തിൽ നിന്ന് മാറ്റാത്ത സ്വർണ്ണമാല ശ്രദ്ധയിൽപ്പെട്ട് അത് മണ്ണ് മാന്തി എടുത്ത് 3 പേർ ചേർന്ന് ആ മാല മോഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് കോയമ്പത്തൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. നമ്മുടെ നാട്ടിലേക്ക് വന്ന കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു കല്ലറയിൽ പായൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹതകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഇത് ആരുടേതാണ്, എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഒരു കല്ലറ തുറക്കുന്നു. ആ കല്ലറയിൽ പായൽ പൊതിഞ്ഞ രീതിയിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തുന്നു. ഈ മൃതദേഹം ആരുടേതാണെന്ന് അറിയാതെ കുഴയുന്നു. എന്തായാലും ദുരൂഹത നീങ്ങുന്നില്ല. ഇനി കല്ലറ പൊളിച്ച് പരിശോധനയിലേക്ക് നടത്താൻ അത്തരത്തിലുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കണ്ണൂരിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിക പള്ളി സെമിത്തേരിയിലാണ് ഒരേ കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചതോടെ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർ സ്ഥലം സന്ദർശിച്ചു. കല്ലറ തുറക്കാനായി RDOയുടെ അനുമതി തേടുകയാണ് അന്വേഷണ സംഘം. SP-യുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എത്തരത്തിലായിരിക്കണം, എന്ത് തുടർകാര്യങ്ങൾ ചെയ്യണം എന്നതടക്കമുള്ള ഒരു തീരുമാനം എടുക്കുക. കാണാതായ നാദാപുരം വിലങ്ങാട് സ്വദേശിയുടെ ബന്ധുക്കൾ ഇത് ആ വ്യക്തിയുടെ മൃതദേഹമാണ് എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്, അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പോലീസ് ദുരൂഹതയില്ലെന്ന് പറഞ്ഞ പ്രശ്നം കൂടുതൽ സങ്കീർണമായതും ഇത്തരത്തിലൊരു ആരോപണവുമായി കാണാതായ സിജോയുടെ കുടുംബം രംഗത്ത് വന്നതോടെയാണ്. അതേസമയം കുഴിയിൽ അടക്കം ചെയ്ത ആളുടെ ബന്ധുക്കളും രംഗത്തെത്തുകയുണ്ടായി. ആചാരപ്രകാരമാണ് അടക്കിയതെന്നായിരുന്നു ഇവർ പറഞ്ഞത്. എന്നാൽ കുഴിയിൽ 3ാമതൊരു മൃതദേഹം കൂടിയുണ്ടോ എന്ന് പള്ളി വികാരി സംശയം പ്രകടിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കി. ബന്ധുക്കൾ ആരോപിക്കുന്നു, ഇപ്പൊ രംഗത്ത് വന്ന ബന്ധുക്കൾ ആരോപിക്കുന്നത് പള്ളിയുടെ 38-ാം നമ്പർ കല്ലറയിൽ 2015-ൽ സംസ്കരിച്ച ജെയിംസ് കുമ്പക്കലിന്റെ മൃതദേഹം ക്രിസ്ത്യൻ ആചാരപ്രകാരം പെട്ടിയിലാണ് അടക്കിയത് എന്നാണ്. പള്ളി വികാരിയെ ബന്ധുക്കൾ ഇക്കാര്യം അറിയിച്ചു. ശനിയാഴ്ച ജെയിംസിന്റെ ഭാര്യയെ സെമിത്തേരിയിൽ എത്തിച്ച് പോലീസ് കല്ലറ തിരിച്ചറിഞ്ഞതുമാണ്. ഭാര്യ കാണിച്ചതനുസരിച്ച് ഇതേ കല്ലറയാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ ജെയിംസിന്റെ സഹോദരങ്ങൾ രംഗത്തെത്തി. ഇതോടെ പ്രശ്നം വീണ്ടും ഗുരുതരമായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം പായയിൽ കെട്ടി അടക്കിയതാകാമെന്ന പോലീസിന്റെ കണ്ടെത്തൽ ബന്ധുക്കൾ പാടെ തള്ളി. ജെയിംസിന്റെ സഹോദരിമാരായ മേരി, മിനിയുടെ ഭർത്താവ് തങ്കച്ചൻ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പള്ളിയിലെത്തി വികാരിയെ കണ്ട് ഈ കാര്യങ്ങൾ, തങ്ങളുടെ സംശയങ്ങൾ, തങ്ങളുടെ നിലപാടുകൾ വികാരി അച്ഛനോട് അറിയിച്ചത്.
മരിച്ച ജെയിംസ് 3 വർഷത്തോളമായി ഭാര്യയുമായി പിണങ്ങി സഹോദരി മേരിക്കൊപ്പമായിരുന്നു താമസം. അസുഖബാധിതനായ ജെയിംസ് മരിച്ചത് രക്തം ഛർദ്ദിച്ചായിരുന്നു. തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരത്തിനായി പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തു. 38 നമ്പർ കല്ലറയിൽ അറയ്ക്കപ്പൊടിയും മണലും നിരത്തി വെള്ളത്തുണി വിരിച്ച ശേഷമായിരുന്നു ജെയിംസിന്റെ മൃതദേഹം സംസ്കരിച്ചത്. മൃതദേഹം പള്ളിയിൽ എത്തിച്ച് ഏറെ നേരം കഴിഞ്ഞായിരുന്നു ഭാര്യ സംസ്കാരത്തിനായി എത്തിയത്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തെക്കുറിച്ച് ഇവർക്ക് അറിയണം എന്നില്ല എന്നാണ് ഒരു വാദം ഉയരുന്നത്. 6 അടിയിലധികം ഉയരമുള്ള വ്യക്തിയായിരുന്നു ജെയിംസ്. പായയിൽ കാണുന്ന മൃതദേഹത്തിന് അത്രയും നീളം തോന്നിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പായയിൽ പൊതിഞ്ഞ മൃതദേഹം ജെയിംസിൻ്റെതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു, അല്ല എന്ന് മറുകൂട്ടർ പറയുന്നു. ഇനി രണ്ടാമത്തത് സിജോ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സിജോ കണ്ടിട്ടില്ല. കാണാതായതിനു ശേഷം അന്വേഷണമൊക്കെ നടന്നു, പക്ഷെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സിജോയുടെ മൃതദേഹമാണോ ഇതെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിലങ്ങാട് വാളൂക്കിന് സമീപം ഇന്ദിരാനഗർ സ്വദേശി സിജോയുടെ മൃതദേഹമാണെന്ന സംശയമാണ് സിജോയുടെ ബന്ധുക്കൾ ഉന്നയിച്ചത്. ഇതോടെ സംഭവം വീണ്ടും സങ്കീർണമാവുകയായിരുന്നു. 2014 സിജോയെ കാണാതായത്. സിജോ വിവാഹം കഴിച്ചത് വാണിയപ്പാറയിൽ നിന്നാണ്. കടയിൽ പോയി വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സിജോ ഇപ്പോൾ 2026 ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. കടയിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയ സിജോ തിരിച്ചെത്തിയില്ലെന്നാണ് 2021 ഭാര്യ നിഖില അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. സിജോയെ തേടി വാളൂക്കിലെത്തിയപ്പോഴാണ് അവിടെ സിജോ ഇല്ല എന്ന കാര്യം ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. സിജോയുടെ തിരോധാനം സംബന്ധിച്ച് ബന്ധുക്കൾ 7 വർഷം കഴിഞ്ഞാണ് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയത്. എന്തുകൊണ്ട് ഇത്രയും വൈകി ഈ സിജോയെ കാണാതായത് പരാതി നൽകാനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായും സിജോ ഭാര്യ വീട്ടിലാണെന്ന് വിലങ്ങാട്ട് വീട്ടുകാർ വിചാരിച്ചു. വിലങ്ങാട്ട് വീട്ടിലാണെന്ന് ഭാര്യ വീട്ടുകാരും കരുതി. ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതി ഇരുന്നാണ് പരാതി വൈകിയത്. എന്തായാലും ഇരു വീട്ടുകാരും അന്ന് ഇത്തരത്തിലൊരു ന്യായീകരണമാണ് പറഞ്ഞത്. സിജോയുടെ അമ്മ ത്രേസ്യാമ്മയുടെ പരാതിയിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്തു. പക്ഷേ സിജോയെ 2026 കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണ പുരോഗതിയൊന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നത്. ഇതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുയരുന്നത്. ഇത് സിജോ ആണോ എന്ന സംശയം ബന്ധുക്കൾക്ക് ഉയരുന്നത്. സിജോയുടെ ബന്ധുക്കളോട് ഇരിട്ടിയിലെത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 2 കുടുംബങ്ങളാണ് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. എങ്ങനെ ഈ പായൽ പൊതിഞ്ഞ മൃതദേഹം ഇവിടെ എത്തിയെന്ന ചോദ്യം, അത് ആരുടേതാണ് എന്നൊരു ചോദ്യമൊക്കെ അവശേഷിക്കുകയാണ്. DNA പരിശോധന ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന ആവശ്യത്തിൽ പള്ളി അധികൃതർ ഉറച്ചു നിൽക്കുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ് മൃതദേഹം അടക്കാറില്ല എന്നതാണ് മറ്റൊരു സങ്കീർണമായ ഒരു വസ്തുത. അങ്ങനെയെങ്കിൽ പായയിൽ പൊതിഞ്ഞ് എങ്ങനെ മൃതദേഹം ഇവിടെ എത്തിയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ മരിച്ചവർ ഉപയോഗിച്ച വസ്തുക്കൾ മൃതദേഹത്തിനൊപ്പം അടക്കം ചെയ്യാറുണ്ട്. പക്ഷേ അത് പെട്ടിക്കുള്ളിലാണ് വയ്ക്കാറുള്ളത്. ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞത് വയ്ക്കാറില്ല. എന്നാൽ ഈ കുഴിയിൽ ഒറ്റ പെട്ടിയേ ഉള്ളൂ. മാത്രമല്ല ഒരു പെട്ടിയുടെ മുകളിലായി മറ്റൊരു മൃതദേഹം അടുക്കാറുമില്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചെന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ ഇപ്പോഴും അവശേഷിക്കുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത ശേഷമോ മൂടിയ ശേഷമോ ആണ് സാധാരണ അടക്കാറുള്ളത്. കോവിഡ്, പ്രളയം എന്നീ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ രീതിക്ക് ചിലയിടങ്ങളിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷേ ഈ കുഴിയിൽ അടക്കിയ 2 മൃതദേഹങ്ങൾ കോവിഡ് പ്രളയ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടക്കിയുടെ സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് അധികൃതരും ഈ സമീപ പ്രദേശത്തുള്ളവരുമൊക്കെ വ്യക്തമാക്കുന്നത്. ആചാരപ്രകാരമല്ലാതെ ഒരു കാരണവശാലും ക്രിസ്ത്യൻ പള്ളി സെമിത്തേരികളിൽ മൃതദേഹം ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞ് അടക്കാറില്ല. അത് പെട്ടിയിൽ മൃതദേഹം വെച്ച് മാത്രമേ അടക്കാറുള്ളൂ. അതുകൊണ്ടാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ സംശയം തോന്നി പള്ളി അധികൃതർ കുഴി അടച്ചു വെച്ചത് പോലീസിനെ വിവരം അറിയിച്ചത്.